ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു അടിപൊളി പഴംപൊരി റെസിപ്പിയാണ്. അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിവിടെ ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിന് മുന്നായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം ഒരു ബെലൈക്കൺ വരും, അതിൽ ക്ലിക്ക് ചെയ്യുക. ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 3 പഴമാണ്. ഞാനപ്പോൾ ഇവിടെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എല്ലാ പഴവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി പഴം മുക്കി പൊരിക്കാനുള്ള മാവ് ഇവിടെ റെഡിയാക്കി എടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് മൈദയാണ്. 1 കപ്പ് മൈദ. അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 ടേബിൾ സ്പൂണ് അരിപ്പൊടിയാണ്. അരിപ്പൊടി നല്ല ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിന് ഉപ്പാണ്. 2 ടീസ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏലക്കായ പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട്. ഞാനിവിടെ ഏലക്കായുടെ സീഡ് എടുത്തിട്ട് 3 ഏലക്കായുടെ സീഡ് എടുത്തിട്ട് പൊടിച്ചാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കളറിന് പകരമാണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പഴംപൊരി നന്നായിട്ട് വീർത്ത് പൊന്തി വരാനായിട്ട് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് സോഡാപ്പൊടിക്ക് പകരം മുട്ടയാണ്. അപ്പോൾ ഒരു മുട്ട അതിലേക്ക് ഉടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. പഴംപൊരിക്കുള്ള മാവ് റെഡിയാക്കുമ്പോൾ ഭയങ്കര തിക്കായിട്ടും അതല്ല ഭയങ്കര തിന്നായിട്ടും വെള്ളം കൂടി തിന്നായിട്ടും ആയിട്ടല്ല ആവേണ്ടത്. ഒരു മീഡിയം കൺസിസ്റ്റൻസിയിലാണ് മാവ് റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ പഴംപൊരിക്കുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുപ്പത്തേക്ക് ഒരു ചട്ടി വെച്ച് കൊടുക്കാം. ചട്ടി ചൂടായിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള ഓയിൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പഴത്തിൻ്റെ സ്ലൈസ് എടുത്തിട്ട് ഈ മാവിലേക്ക് മുക്കിയിട്ട് നമുക്ക് ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി പഴം തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഒരു അരിപ്പങ്ങാനും ഉപയോഗിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എണ്ണയൊക്കെ മാറ്റിയിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഇനി ഇതേപോലെ തന്നെ നമുക്ക് എല്ലാ പഴവും പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഉടൻ തന്നെ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടിൽ ദെൻ ടേക്ക് കെയർ.